ഹലോ, വെൽക്കം ടു അജയ് കിച്ചൻ. ഇന്ന് ഞാനൊരു സോസേജ് ഉണ്ടാക്കാൻ പോവുകയാണ്, ചിക്കൻ സോസേജ്. അതിന് വേണ്ടിയിട്ട് ഒരു 400 ഗ്രാം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്, വൃത്തിയാക്കി വെച്ചേക്കാൻ. ഇത് എല്ലില്ലാത്ത ബോൺലെസ് ചിക്കനാണേ. ഇത് നമ്മൾ ചിക്കൻ മേടിക്കത്തില്ലേ, അതിൻ്റെ അകത്തെ ഫ്ലഷൊക്കെ എടുത്താൽ മതി, എല്ലൊന്നും ഇല്ലാതെ എടുത്താൽ മതി. അതിന്നെടുത്ത 400 ഗ്രാം ചിക്കനാണേ. ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലിട്ട് കുറേശ്ശെ അല്ലെങ്കിൽ തൊലി കളയണേ. മിക്സിയുടെ ബ്ലേഡൊന്നും ഒടിയാതെ നോക്കണേ. ഇത് 2 പ്രാവശ്യമായിട്ട് എടുക്കാം. അപ്പം ഞാൻ ഇതൊന്ന് കറക്കി എടുക്കട്ടെ, അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരയണം. വേണ്ടേ, ആദ്യത്തെ ട്രിപ്പ് നല്ല നല്ലതുപോലെ പേസ്റ്റായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇത് വന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. രണ്ടാമത്തെ 2 വട്ടമായിട്ടാണ് ഞാനിത് അരച്ചെടുത്തേ. ഇനി ഇതിനകത്ത് ഒരു മുട്ട അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കേ. ഇതിനകത്ത് ഒരു 1.5 ടീസ്പൂൺ ഗാർലിക് പൗഡർ അതും ഇട്ട് കൊടുക്കാം. ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇതിനകത്ത് ഇത് ചെറിയ സ്പൂണേ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത്, പിന്നെ എരിക്കനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിനകത്ത് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് 1 ടീസ്പൂൺ ഫ്രഷ് ചതച്ച മുളക് അതിട്ട് കൊടുത്ത്, ഇതിനാവശ്യമുള്ള ഉപ്പ്, ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലേ, ഇതിനകത്ത് ഒരു ഉരുളൻകിഴങ്ങ് ഒരെണ്ണം, ഒരു അത്ര വലുതുമല്ല ചെറുതുമല്ലേ, ഒരു മീഡിയം സൈസ്, അത് പുഴുങ്ങി വെച്ചേക്കുന്നേ, അതും ഇതിനകത്തിട്ട് കൊടുക്കാം. ഇതിനകത്ത് മസാലയൊന്നും ആയിട്ടില്ലല്ലോ, എന്നിട്ട് ഇങ്ങോട്ടിടാൻ. ഇത് നമ്മളെടുത്ത് വെച്ചേക്കുന്നില്ലേ, അത് തിരിച്ച് ഇതിനകത്തോട്ടിടേ. ഇട്ടിട്ട് ഇതിനകത്ത് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്ത് വെച്ചോട്ടെ, അതിനകത്തിട്ട് കൊടുക്കാം. ഇതൊന്ന് ഞാൻ ഒന്ന് കറക്കൊണ്ട് വരട്ടെ. ഈ കൂട്ടും കൂടെ ഇതിനകത്തിടാം. ഇതെല്ലാം കൂടെ ഒന്ന് നല്ല മിക്സ് ചെയ്യാം. കുറച്ചും കൂടെ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം, കാര്യം കുറച്ചായിട്ടത് ഒന്ന് ഉച്ചക്കൂടെ ഇട്ട് കൊടുക്കേ. ഇനി ഇതെല്ലാം കൂടെ നല്ല ഒന്ന് മിക്സ് ചെയ്യേ. നമുക്കിഷ്ടമുള്ള ഫ്ലേവറും നമ്മൾ ഉണ്ടാക്കേ. എല്ലാം നല്ല മിക്സ് ആക്കണം, കാര്യം നമ്മൾ 2 പ്രാവശ്യമായിട്ടല്ലേ പേസ്റ്റ് തന്നെ എടുത്തത്. മസാല ഒരു കൂട്ടത്തിയിട്ട് 1 കോൺഫ്ലോറിൽ ഇട്ടേക്കുന്നത്, അന്നേരം രണ്ടും കൂടെ നല്ല മിക്സ് ആകണം.
ഇതിലോട്ട് ഒരു 2-2.5 ടേബിൾ സ്പൂൺ മൈദാമാവ് ഇട്ട് കൊടുത്ത് നല്ല മിക്സ് ചെയ്യാം. ഇതിവിടെ ഇരിക്കട്ടെ. ഞാൻ സ്റ്റൗ ഓണാക്കട്ടെ. ഞാൻ ഗ്യാസ് എത്തിക്കാം. ഞാൻ ഇഡലി കുട്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തട്ടും വെച്ചിട്ടുണ്ട് സ്റ്റീം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കാം. തീ കുറച്ച് വെക്കാം. ഇനി ഇതിനകത്ത് ഞാൻ ഇലയിലാണ്, ഫോയിൽ പേപ്പറല്ലേ, ഇലയ്ക്കകത്ത് എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ എണ്ണ കയ്യിൽ ഇങ്ങനെ തേക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ചെടുക്കുക. ഇരിക്കണേ. ഇനി അതുപോലെ ഇതും കൂടെ ചെയ്യാം. അങ്ങനെ എല്ലാം ഇതുപോലെ തന്നെ പേപ്പറിൽ ഞാൻ കുറേ ഇല എടുത്ത് വെട്ടി ഇതുപോലെ കഷ്ണങ്ങളാക്കി വെട്ടിയിട്ട് വെച്ചിട്ടുണ്ടേ. ഞാൻ കയ്യിൽ എണ്ണ തേക്കാം. വീണ്ടും ഇതുപോലെ തന്നെ എല്ലാം ഇതുപോലെ തന്നെ ചെയ്യേ. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. സാധാരണ ഇത് ഫോയിൽ പേപ്പറിനകത്തിട്ട് വെള്ളത്തിയിട്ട് തിളപ്പിച്ചെടുക്കും. ഇനി ഇത് നല്ല ആവി വെക്കണ്ടേ. ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അടച്ചു കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ആവിയേറ്റാം. ഇങ്ങനെ കിടക്കട്ടെ. അപ്പം ഞാൻ 4 വെച്ചിട്ടുണ്ടേ. അടുത്തതും കൂടെ റെഡിയാക്കി വെക്കാം. അജയ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഫോളോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇല വാട്ടണേ. ഇല വാട്ടിയിട്ട് വേണം ചെയ്യാൻ, അല്ലേ ഇല ഒടിയും, പൊട്ടത്തില്ലേ. നമുക്കിങ്ങോട്ട് എടുത്തെടുത്ത് വെച്ച് കൊടുക്കാം. ബാക്കിയും കൂടെ ഇതുപോലെ ചെയ്ത് ഞാൻ തീരെ കുറച്ചിട്ടേക്കുവാണേ. ബാക്കിയും കൂടി ഇതുപോലെ ചെയ്യാം. നമ്മളെ ലാസ്റ്റ് ചിക്കൻ്റെ ടേസ്റ്റാണ്. അതുകൂടെ വെക്കാം.
ഇതും കൂടെ ഇങ്ങോട്ട് വെക്കാം. അങ്ങനെ നമ്മളുടെ സോസേജുകളെല്ലാം ഇലയിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. വെന്ത് കിട്ടട്ടെ, ആവിയിൽ വേവട്ടെ. നമ്മുടെ സോസേജ് ഒരു 12 മിനിറ്റ് കഴിഞ്ഞു. അപ്പം ഞാനിത് ഗ്യാസ് ഓഫാക്കുക. ഇനി ഇതിങ്ങനെ ഇരിക്കട്ടെ, ഒന്ന് ആവി ഒന്ന് മാറട്ടെ. ഇതൊന്നും നമുക്ക് എടുക്കേ. കണ്ടില്ലേ നമ്മുടെ സോസേജ്, ഇല സോസേജ് ഇലയിൽ വെച്ച്. സാധാരണ സോസേജ് അലുമിനിയം ഫോയിൽ പേപ്പറിനകത്ത് ഇത് റെഡിയാക്കിയിട്ട് ഇതിങ്ങനെ ഓരോ ഷേപ്പിലെടുത്ത് നല്ല ചുരുട്ടി അപ്പുറവും ഇപ്പുറവും നല്ലപോലെ മുറുക്കിയിട്ട് തിളച്ച വെള്ളത്തിലോട്ടിട്ട് ഒരു 10 മിനിറ്റ് തിളപ്പിച്ചിട്ടെടുത്ത് പിന്നെ തണുത്ത വെള്ളത്തിലോട്ട് ഇടുക ചെയ്യുന്നത്. അപ്പം ഞാനത് ചെയ്യുന്നില്ല. ഇച്ചിരി ഷേപ്പ് വ്യത്യാസം വരും, പക്ഷേ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പം ഞാൻ ഇതെടുക്കേ, നമുക്ക് നോക്കാം അതിനകത്തോട്ട് മാറ്റാം. ഇലയിന്ന് ഞാൻ ഇന്ന് ഓക്കെ, നമ്മുടെ ചിക്കൻ സോസേജ് അടിപൊളി ടേസ്റ്റാണേ. ഇത് എണ്ണയിലിട്ട് ഇതാ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മുഴുവനേ ഇടാം, പിന്നെ കഷ്ണം കഷ്ണമായിട്ടെടുത്ത് പല പല കറികളുണ്ടാക്കാം. ഇത് വെച്ച് പച്ചക്കറികൾ ചേർത്തുണ്ടാക്കാം, നല്ല ടേസ്റ്റോടുകൂടിയ കറികളുണ്ടാക്കാം. ഇത് തന്നെ പൊരിച്ച് ബ്രെഡുമായിട്ട് കഴിക്കാം, നല്ല ടേസ്റ്റാണ്. അല്ല, ബ്രെഡല്ല, ബണ്ണ്. അങ്ങനെ ഇതുപോലെ ഓക്കെ ഉണ്ടോ, നമുക്കിഷ്ടമുള്ള ഫ്ലേവറിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് കഷ്ണിച്ചത് തന്നെ ഇടുക അതിനകത്ത്. കണ്ടില്ലേ, ഗ്യാസ് ഓഫാക്കട്ടെ. കണ്ടില്ലേ നമ്മുടെ സോസേജ് ഫ്രൈ. ഓക്കെ, ഇത് ടേസ്റ്റാണെന്നറിയാം അത് കഴിക്കാൻ. അപ്പം ഇത് ഷേപ്പ് നോക്കേണ്ട ആവശ്യമില്ല. ഷേപ്പ് ഞാൻ പറഞ്ഞില്ലേ, ഫോയിൽ പേപ്പറിനകത്ത് സിൽവർ ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അതിനകത്താണെങ്കിൽ നല്ല ഷേപ്പിലായിട്ട് എടുക്കാം. ഇത് ഇലയല്ലേ, ഞാനിപ്പോൾ അത് ചെയ്തില്ല, വെള്ളത്തിയിട്ട് പുഴുങ്ങിയില്ല, കാര്യം സ്റ്റീം ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം അങ്ങനെ ഇത് വെച്ച് ഒരു കറിയും അതിന് അടുത്ത ദിവസം ഉണ്ടാക്കേ. ഇതുപോലെ കറിയായിട്ട് ഉണ്ടാക്കാൻ നല്ലതാണ് ഇത്. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടെ.